ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ യു കെ റീൽസ് വിത്ത് അന്നക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. അപ്പോൾ ഞാൻ ഇന്ന് PCC എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ലണ്ടൻ ഗോസ്വെൽ എന്നുള്ള സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ലൂട്ടനിൽ നിന്ന് രാവിലെ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൽ നേരെ ഫാരിങ്ടൺ ഇറങ്ങും. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു VFS സെൻറ്ററിലേക്ക് ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തത് ആദ്യം മാഞ്ചസ്റ്ററിലായിരുന്നു. അതറിയാണ്ട് ചെയ്തത്. അത് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ വേഗം റീഷെഡ്യൂൾ ചെയ്യാൻ നോക്കി. അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. അവർ കൺഫേം ചെയ്ത ശേഷമാണ് എനിക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 2 ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മളവിടെ ചെല്ലുന്ന നേരത്ത് നമുക്ക് 2 ഫോട്ടോ വേണം. 2x2 സൈസിലെ 2 ഫോട്ടോസ് വേണം. പിന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. പിന്നെ നമ്മുടെ BRPയുടെ കോപ്പി വേണം. പിന്നെ നമ്മുടെ നാട്ടിലെ അഡ്രസ് പ്രൂഫിൻ്റെ കോപ്പി വേണം. പിന്നെ ഇവിടുത്തെ അഡ്രസ് പ്രൂഫിൻ്റെ ഒരു കോപ്പി വേണം. അപ്പോൾ ഇവിടെ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും നാട്ടിലെ ID കാർഡിൻ്റെ കോപ്പിയും പിന്നെ BRPൻ്റെ കോപ്പിയുമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് നേരെ അങ്ങോട്ട് ചെന്നു, ടോക്കൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് ടോക്കൺ എടുക്കാൻ നേരത്ത് തന്നെ നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സുമായിട്ട് ചെന്നപ്പോഴേക്കും അവർ നേരെ കയറ്റി. അങ്ങനെ കുറച്ച് നേരം ഒരു 45 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ സ്ലോട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ഒരു പേര് എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിയിരുന്നു, പക്ഷേ ഞാനത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത് ആക്ച്വലി എങ്ങനെയോ അത് ഇറേസ് ആയിപ്പോയി. അപ്പോൾ ആ ഫോമിൽ ആ പേരില്ലായിരുന്നു. അങ്ങനെ അവരെന്നെ വേറൊരു ലേഡി അടുത്തേക്ക് വിട്ടു, വേറൊരു കൗണ്ടറിലേക്ക് വിട്ടു. അവിടെ ഒരു ലേഡി ആയിരുന്നു. പുള്ളിക്കാരി ഒരു മലയാളിയായിരുന്നു. ഏകദേശം എൻ്റെ ഏജ് ഉണ്ടാവും ആ കൊച്ചിന്. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഇത് അങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് ഇത് വെച്ച് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതായത് ഫോം എഡിറ്റ് ചെയ്തിട്ട് വന്നാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്കൊന്നും പറ്റില്ല, നമുക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ആ ഫോം എഡിറ്റ് ചെയ്ത് രണ്ടാമത് ഞാൻ അത് പ്രിൻ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഒരാളോടും കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു നോർത്ത് ഇന്ത്യൻ ലേഡി എടുത്ത് ചോദിച്ചു. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അവർ നമ്മുടെ അടുത്ത് കൂടെ വന്ന് ഒരു കൗണ്ടറിൽ കാണിച്ചു തന്നു. അപ്പോൾ ആ കൗണ്ടറിലെ ആൾ ബിസി ആയിരുന്നു. അതിനുശേഷം അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഈ ലേഡി തന്നെ വന്ന് എൻ്റെ ഫോം വാങ്ങിച്ച് എല്ലാം ചെയ്തു. വളരെ ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്ത് നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഡോക്യുമെൻറ്റ്സിൽ ഞാൻ ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ അതിൻ്റെ കോപ്പിയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്ത് എല്ലാം ശരിയായി കേട്ടോ. ദൈവം സഹായിച്ചത് ശരിയായി. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി വന്നിട്ട് അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് സെറ്റായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ളതും അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തോളാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. എനിക്ക് ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തെങ്കിലും ഫൈനലി എല്ലാം ദൈവം സഹായിച്ച് എല്ലാം നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സ്ഥലവും അത്യാവശ്യം നല്ല. അപ്പോൾ ഞങ്ങൾ വിശന്നപ്പോൾ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഈ തേങ്ങാക്കൊത്തിനൊരു 5-8 പീസ് ഉണ്ടാവും. അതിനാണ് 2 പൗണ്ട് 1.99 ആണ്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. എൻ്റെ അമ്മയൊന്നും കാണണ്ട ഇത്രയും പ്രൈസ് കൊടുത്തിട്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നമ്മൾ കയറി ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മൾ തിരിച്ച് ഫാരിങ്ടൺ വന്ന് ലൂട്ടണിലേക്കുള്ള ട്രെയിൻ കയറി. ചിനു ആസ് യൂഷ്വൽ ഫോണിൽ ഫിലിം, എന്തോ ഒരു ഏലിയൻ വന്ന ഫിലിമും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരെ ഈ ബോർഡും സ്കൂം ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. ഈ ലൂട്ടൺ മോള് കാണുമ്പോഴാണ് ഒരു സമാധാനം, നമ്മൾ വീടെത്തി എന്നുള്ളൊരു സമാധാനം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ ശരി, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ആൾ.